തുടരുമെന്ന മോഹൻലാൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ മലയാളി പ്രേക്ഷകരും. കാരണം കേരള ബോക്സ് ഓഫീസിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ നേടിയെടുക്കും എന്നതാണ് ഓരോ ആരാധകരും വിശ്വസിക്കുന്നത്. അതുപോലെയാണ് ചിത്രത്തിന്റെ റൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. 2018 എന്ന ചിത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു റെക്കോർഡ് കളക്ഷൻ ഉണ്ട്, 89 കോടിക്ക് മുകളിൽ. അത് തുടരുമെന്ന ചിത്രം മറികടക്കും എന്ന് തന്നെ പറയുമ്പോൾ തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു 100 കോടി നേടുമെന്നും അവർ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ചില സ്വപ്ന നമ്പറുകളിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടരുമെന്ന ചിത്രം ഉണ്ടാക്കുന്ന ഓരോ റെക്കോർഡും പ്രേക്ഷകർക്കും അതുപോലെ തന്നെ സിനിമാ ഇൻഡസ്ട്രിക്കും അത്ഭുതങ്ങളാണ് സമ്മാനിക്കുന്നത്. അൺസ്റ്റോപ്പബിൾ തുടരും എന്ന് തന്നെയാണ് ട്രാക്കർമാർ തുടരുമെന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. നാളത്തെ ദിവസം പോലും അഡ്വാൻസിൽ ഇപ്പോൾ തന്നെ 1.3 കോടി മറികടന്നു എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും. അതുകൂടാതെ അടുത്ത ദിവസവും അഡ്വാൻസ് സെയിലിലൂടെ 33 ലക്ഷം ഇപ്പോൾ തന്നെ മറികടന്നിട്ടുണ്ട് എന്നും ട്രാക്കർമാർ വ്യക്തമാക്കുന്നു. അത്ഭുത നമ്പറുകളാണ് തുടരുമെന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു രീതിയിൽ മോഹൻലാൽ പോകുമ്പോൾ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യാനുള്ള പുതിയ സംവിധായകരുടെയും മലയാളം ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യന്മാരുടെയും ആർജവം കൂടുകയാണെന്നാണ് പറയേണ്ടതും. ഇതിനു മുമ്പേ തന്നെ തുടരും വലിയൊരു മെഗാ ഹിറ്റിലേക്ക് സഞ്ചരിച്ചപ്പോൾ പല സംവിധായകരും മോഹൻലാലിലേക്ക് അപ്രോച്ച് ചെയ്തു എന്ന വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ലാലേട്ട ഒരു അവസരം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രമുഖ സംവിധായകരും എത്തിയ വിവരങ്ങളും വലിയ വാർത്തകളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസ് ന്യൂസ് തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. അതിനുമുമ്പേ നമുക്ക് തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിലും മറ്റെല്ലാവർക്കും വലിയ ആശ്വാസം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അതിലൊന്നാണ് തുടരുമെന്ന ചിത്രം തിയേറ്ററുകാർക്ക് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്. തിയേറ്റർ ഓണേഴ്സ് പറയുന്നത് തങ്ങളുടെ തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളായി ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്റർ ഉടമകൾക്ക് വലിയൊരു ആശ്വാസമാണ് കിട്ടിയത്. അത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് തിയേറ്റർ ഓണേഴ്സ് പ്രസിഡന്റ് വിജയകുമാർ പറയുന്നത്. ഈ വർഷത്തെ ആശാഭാഗമായ ഒരു തുടക്കമായിട്ടാണ് എമ്പുരാൻ റിലീസിനെ ഞങ്ങൾ കാണുന്നത്. അതിനൊപ്പം തന്നെ തുടരുമെത്തിയപ്പോൾ അവർക്ക് എക്സ്ട്രാ വരുമാനമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. മനസ്സോടെ ചെയ്ത സിനിമയാണ്, അതിന്റെ ഫലം തിയേറ്ററുകളിൽ കാണുന്നുണ്ട്. മലയാളത്തിലെ ഒരു സർവകാല റെക്കോർഡായി ഈ സിനിമ മാറാൻ സാധ്യതയുമുണ്ട്. പണ്ട് പുലിമുരുകനും ദൃശ്യവും ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടാക്കുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത്രയ്ക്ക് വലിയ ആശ്വാസം ഈ ചിത്രം നൽകുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ കണക്കുകൾ കൂടി എടുക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 75 കോടിയും മറികടന്നു എന്ന വിവരങ്ങളാണ് ട്രാക്കർമാർ പങ്കുവയ്ക്കുന്നത്. തുടരുമെന്ന ചിത്രം ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് പല വമ്പൻ ചിത്രങ്ങളുടെയും ലൈഫ് ടൈം കളക്ഷനുകളെയാണ് എന്നതുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ട്രാക്കർമാർ എത്തിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ ARMനെയും മഞ്ഞുമൽ ബോയ്സിനെയും മറികടന്നിരിക്കുന്ന തുടരുമെന്ന ചിത്രത്തെയാണ് ഇപ്പോൾ കാണാനാകുന്നത്. നമ്പർ 6ലാണ് ഇപ്പോൾ തുടരുമെന്ന ചിത്രം എത്തി നിൽക്കുന്നത്. തുടരുമെന്ന ചിത്രത്തിന് മുന്നിലായി ആവേശവും ആടുജീവിതവും പുലിമുരുകനും എമ്പുരാനും 2018 എന്ന ചിത്രവും മാത്രമേ ഉള്ളൂ. അങ്ങനെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ 2018 എന്ന ചിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ ടോപ്പായി നിൽക്കുന്നത്. ടോപ്പായി നിൽക്കുമ്പോൾ ഈ ചിത്രത്തെ മറികടക്കാൻ വേണ്ടിയാണ് മോഹൻലാലിന്റെ തുടരുമെന്ന ചിത്രം ശ്രമിക്കുന്നത് എന്നിരിക്കുമ്പോൾ മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാൻ ബോയ് ഡയറക്ടർ അതിനൊരു ഉത്തരം പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ലാലേട്ടനെ വെച്ച് ഞാൻ തന്നെ ഇത് തൂക്കും എന്ന കാര്യം. 2018 എന്ന ചിത്രത്തിന്റെ ടൈറ്റിലിന് മുകളിലൂടെ തുടരുമെന്ന ചിത്രത്തിലെ മോഹൻലാൽ ചാടുന്ന ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ചിലർ എത്തുകയുണ്ടായി. ഇതിനിടയിലാണ് 2018 എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. കമന്റ് വെറുതെ ഒന്നും ഇട്ടതല്ല, സംഭവം ഇറുക്ക് എന്ന് തന്നെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഫാൻ ബോയ്സ് എല്ലാം ഇപ്പോൾ ഒരു ക്യൂവിലാണ് മോഹൻലാലിനെ വെച്ച് ഒരു ഫാൻ ബോയ് സംഭവം ചെയ്യാൻ വേണ്ടി. തരുൺ ഒന്ന് കാണിച്ചു കൊടുത്തു, ഇതുപോലെ തന്നെ പിടിച്ചോളാനാണ് പലരിടത്തും പറഞ്ഞിരിക്കുന്നത്. ജൂഡ് ആന്റണി മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുകയും നിരവധി കഥകൾ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇപ്പോഴിതാ ഒഫീഷ്യലായി ജൂഡ് ഒരു സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂരിനോട്. ആന്റണി ചേട്ടനോട് നറേഷൻ കഴിഞ്ഞ ഈ സംഭവം ഇനി ഉടനെ ലാലേട്ടൻ കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് ഈ കഥ ഇഷ്ടമായി എന്നാണ് കരുതേണ്ടതും. ഇനി ലാലേട്ടൻ കേൾക്കുകയും ഒരു ഒഫീഷ്യൽ മൂവിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുകയാണ്. ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള മൂവ്മെന്റ് ഈ നറേഷൻ കഴിഞ്ഞപ്പോൾ ഈ ചിത്രത്തിന് സംഭവിക്കുന്നു എന്നാണ് ട്രാക്കർമാർ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അങ്ങനെ ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടനെ വെച്ച് ഞാൻ തന്നെ ഇത് തൂക്കും എന്നതാണെങ്കിൽ അത് ഉടനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 2018 തുടരുമെന്ന ചിത്രം മറികടന്നില്ലെങ്കിൽ ജൂഡ് ആന്റണി തന്നെ വരും അതിന് മുകളിലൂടെ മറികടക്കാൻ മോഹൻലാലിനെ വെച്ചൊരു ചിത്രവുമായി. എന്തായാലും ജൂഡ് ആന്റണി വരുന്നതിന് മുമ്പേ തന്നെ തുടരുമെന്ന ചിത്രം 2018 എന്ന ചിത്രം നേടിയ കളക്ഷൻ മറികടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെയാണ് തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ റൺ നടത്തുന്നതും. എന്തായാലും പല ഫാൻ ബോയ്കളും പല ടെക്നീഷ്യന്മാരും മോളിവുഡിൽ മോഹൻലാലിനെ വെച്ചൊരു ഗംഭീര സിനിമ ഒരുക്കാൻ ക്യൂവിലാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ആ ഒരു ചിത്രം ഹിറ്റായാൽ അവർക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് ആ ലെവലിലാണ്. അത് തരുൺ കാണിച്ചു കൊടുത്തു. ഇപ്പോഴിതാ അതുപോലുള്ള ചില സർപ്രൈസ് സംഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി അവർ എത്തുകയാണ്.